ഫുട്ബോൾ കളിക്കാരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വ്യത്യസ്തവും കൗതുകവും തോന്നിയ കളിക്കാരനുണ്ട്. അത് ലൂയിസ് സുവാരസ്. തെരുവിലെ തൂപ്പുകാരൻ പയ്യന് ഒഴിവ് സമയങ്ങളിൽ മദ്യശാലയിൽ കയറിയിറങ്ങും. അദ്ദേഹം മദ്യത്തിനായി അഭയം തേടിയിരുന്നു. എങ്ങനെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ക്ലബിൽ മുന്നേറ്റ നിരയിൽ വന്നത് എന്ന് നോക്കാം. 1987 ജനുവരി 24 അച്ഛനും അമ്മയ്ക്കും ഏഴാമനായി ഒരു കുട്ടി ജനിക്കുന്നു. ഉറുഗ്വേയിലെ ദരിദ്രനായ പടുകുഴിയിലായിരുന്നു സുവാരസിൻ്റെ കുടുംബം. അച്ഛനും അമ്മയ്ക്കും ഈ സ്ഥലം വിട്ട് പോകേണ്ടി വന്നു. അതെ, പക്ഷേ അവൻ വന്നില്ല. അവൻ അവിടെ തന്നെ നിന്നു. തനിക്ക് ഈ ജനിച്ച നാട് വിട്ട് പോവാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ആ നാട്ടിൽ തന്നെ നിന്നു. തൻ്റെ അമ്മാമ്മയുടെ കൂടെ അവൻ നിന്നു. അവന് ഒരു ജോലി കിട്ടുന്നു. തൻ്റെ കൂട്ടുകാരൻ്റെ കീഴിൽ അവനൊരു ജോലി നൽകുന്നു. പക്ഷേ ആ കൂട്ടുകാരൻ അവനെ ചതിക്കുന്നു. അവൻ കള്ളുകുടിയിൽ മുഴുകുടിയനാകുന്നു. അതിനിടയിൽ അവന് ഒരു റിലേഷൻ വന്ന് ചേരുന്നു. അതെ, അവളുടെ പേരാണ് സോഫിയ. അവൾക്ക് ഇവനെ വളരെ ഇഷ്ടമായിരുന്നു. അവൾ പറഞ്ഞു, നിനക്ക് കുടിച്ച് നിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് പകരം നീ കളിക്കുക. നീ ഫുട്ബോളിൽ കയറി, നിനക്ക് നല്ല ഭാവിയുണ്ട്, നിനക്ക് നല്ല കളിയുണ്ട്. അദ്ദേഹം അവളുടെ വാക്ക് കേട്ട് ഫുട്ബോളിൽ കയറി. ഇപ്പോൾ ഫുട്ബോൾ കണ്ട എക്കാലത്തെയും വീരൻ, അതെ, ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും എംബാപ്പയും കഴിഞ്ഞ്, നെയ്മർ കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കുന്നത് ലൂയിസ് സുവാരസ് ആണ്. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നും ലൂയിസ് സുവാരസ്. Huwag sa kasapalan ng